ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള വെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ എസ്പെഷ്യലി ഇറ്റ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് കസ്റ്റംസ് ആൻഡ് ഫോർ മീ എവറിഥിങ് വാസ് ന്യൂ. ഇത് വന്നിട്ട് 2 ഉപമക്കുട്ടികളെ കൊടുത്തിട്ട് അതിന് പേരിടാനൊക്കെ പറഞ്ഞ് ഏതോ കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയായിരിക്കും കേട്ടോ. പക്ഷേ ഇറ്റ് ഫെൽറ്റ് ക്യൂട്ട് ആൻഡ് എനിക്കറിയില്ല എനിക്കൊക്കെ ഇത് ആക്സെപ്റ്റബിൾ ആവുമോ എന്നുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ഹാപ്പനിങ് കാരണം ഫാമിലീസ് ഇൻവോൾവ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നടന്ന് ആദിത്യ വാസ് സോ ഹാപ്പി ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഫെൽറ്റ് ക്യൂട്ട്. ഞാൻ ബാക്കിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ കല്യാണം ഇത്ര അടുത്തിരുന്ന് കാണാന്നൊക്കെ പറഞ്ഞാൽ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ആൻഡ് അതിനുശേഷം കുട്ടീനെ തൊട്ടിലിട്ടാ ഫുള്ളാണ് ഞാൻ പറയുന്നില്ല ഞാൻ എന്താന്നുള്ളത് കാരണം ആദിത്യ ഇത് കണ്ടാനെ പിടിച്ച് തല്ല് ഞാൻ വല്ലതും പറഞ്ഞ. സോ വാട്ട് എവർ, ബട്ട് അവള് കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു ആക്ച്വലി. അതിനുശേഷം നമ്മൾ ഈ തെലുഗു സിനിമയിലൊക്കെ കാണൂലേ, ലൈക്ക് മറ്റേ മോതിരവും എന്തൊക്കെയോ വെള്ളത്തിലിട്ടിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു 10 പ്രാവശ്യം ഇട്ടു അവർ രണ്ടുപേട്ടും. എല്ലാ പ്രാവശ്യവും കണ്ടുപിടിച്ചു. ആൻഡ് അതിനുശേഷം പരിപ്പും ഉപ്പൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയോ കുറെ കഥകളൊക്കെ ആള് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് യെസ് ഐ നോ ഫോർ അദിതി എവറിഥിങ് വാസ് ഓവർവെൽമിങ് ആൻഡ് ഇതൊരു ഫണ്ണി ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഇവര് രണ്ടുപേരും നമ്മുടെ ചിത്രം പടത്തിൽ മോഹൻലാലിനെയും മറ്റേ ലേഡീനെയും കൂടി കെട്ടിയിട്ട പോലെ സാരിത്തുമ്പ് കെട്ടിയിട്ടിട്ട് അരുന്ധതി സ്റ്റാറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുവന്ന് വെക്കായിരുന്നു. ഓക്കെ, ആകാശം നോക്കിയിട്ട് ഏതോ ഒരു സ്റ്റാറിനെ കാണുന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കണ്ണ് പോയിട്ടൊന്നും കാണാൻ വേണ്ടി അരുന്ധതി സ്റ്റാർ പോയിട്ട് ഒരു കാര്യം എനിക്ക് ആകാശത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത് ആചാരങ്ങളാണ്. ഓക്കെ, ആചാരങ്ങൾക്ക് വി കാൺ ക്വസ്റ്റ്യൻ. പക്ഷേ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും ഉള്ളിലേക്ക് പോയി. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഉറങ്ങാൻ ഒട്ടും പറ്റിയിട്ടില്ല. 2 മണിക്കൂർ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അതിഥിയുടെ കാര്യം പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ അവൾ ആകെ മൊത്തം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കുട്ടി. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വിമണിനായിരിക്കും കൂടുതൽ കസ്റ്റംസ് ഉണ്ടാവുക. അങ്ങനെ എന്തൊക്കെയോ തേങ്ങയോ എന്തൊക്കെയോ വെച്ച് വീണ്ടും കെട്ടി അവളുടെ വയറിൽ 2 എണ്ണമൊക്കെ. പാവം തോന്നിയിട്ടോ എനിക്ക് സത്യം പറയാലോ. കാരണം അത് ഉറങ്ങിയിട്ടുമില്ല, ഒന്നുമില്ല, ഓൺ ദ ടോപ്പ്. എല്ലാം ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. വീട്ടിൽ നിന്ന് പോവുക, അച്ഛനും അമ്മേനെയും വിട്ടിട്ട് പോയി. ഈ സമയത്തൊക്കെ എനിക്ക് വയ്യ. പക്ഷേ എനിക്ക് അവളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. കാരണം അല്ലെങ്കിൽ പൊട്ട രീതിയിലല്ല കേട്ടോ, ഐ വാസ് ആക്ച്വലി ഹാപ്പി. പക്ഷേ ദ തിങ് ഈസ് നമ്മൾ ഒരു ലേഡി നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരാളുടെ വീട്ടിലേക്ക് പോവുക ആൻഡ് എല്ലാം ഒരേ ദിവസമാണ് നടക്കണേ. എവറിത്തിങ് ഈസ് ഓവർവെൽമിംഗ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്, റൈറ്റ്? സോ അങ്ങനെ വെഡിങ് ഈസ് ഓവർ ആൻഡ് ഐ എം ഗോയിങ് ബാക്ക് ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഞാൻ വന്നു എന്നുള്ളത്. കാരണം കുറേ നാൾക്ക് ശേഷം ഐ റിയലി spend a lot of time phone ഉപയോഗിച്ചില്ല and it was good. And with this, the wedding series comes to an end and they lived happily ever after. From there, I left. അടുത്ത ദിവസമായിരുന്നു എൻ്റെ ട്രെയിൻ and I really hope you enjoyed and I really hope you bless them and bye.